അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കേരള നിയമസഭയിലെ 65ാമത് മണ്ഡലമായ വടക്കാഞ്ചേരി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുകയാണ്. 1957 രൂപീകൃതമായ ഈ മണ്ഡലം എന്നും പ്രവചനാതീതമായ പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നിലവിലെ MLA സേവ്യർ ചിറ്റിലപ്പള്ളിയെ തന്നെ വീണ്ടും കളത്തിലിറക്കി LDF പ്രചാരണത്തിൽ ഒരുപടി മുന്നിലെത്തിക്കഴിഞ്ഞു. എന്നാൽ UDFും BJPയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. തൃശൂർ ജില്ലയിലെ അതിനിർണായകമായ മണ്ഡലങ്ങളിലൊന്നാണ് വടക്കാഞ്ചേരി. നഗരഗ്രാമ വാർഡുകൾ കൃത്യമായി ചേരുന്ന ഈ മണ്ഡലത്തിൽ വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം എന്നും ശ്രദ്ധേയമാണ്. 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഇവിടെ പുരുഷന്മാരെക്കാൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് കൂടുതൽ. ചരിത്രപരമായി നോക്കിയാൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന വടക്കാഞ്ചേരിയിൽ വി ബാലറാമിനെയും KS നാരായണൻ നമ്പൂതിരിയെയും പോലുള്ള പ്രമുഖർ ജനവിധി തേടിയിട്ടുണ്ട്. എന്നാൽ 2006 AC മൊയ്തീനിലൂടെ ഇടതുമുന്നണി നടത്തിയ മുന്നേറ്റം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു. 2016 വെറും 43 വോട്ടുകൾക്ക് അനിൽ അക്കരെ വിജയിച്ചപ്പോൾ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി അത് മാറി. എന്നാൽ 2021 15,168 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളിയിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. പ്രവാസികളുടെ സാമ്പത്തിക അടിത്തറയും കാർഷിക മേഖലയുടെ കരുത്തും വടക്കാഞ്ചേരിയുടെ സവിശേഷതയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും തൊഴിലില്ലായ്മയുമാണ് ഇത്തവണയും വോട്ടർമാർക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സേവ്യർ ചിറ്റിലപ്പള്ളി പ്രചരണം ആരംഭിച്ചതോടെ UDF ആരെയാകും പകരക്കാരനായി ഇറക്കുക എന്നതിലാണ് ഇനി ഉറ്റുനോക്കുന്നത്. BJPയും തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. You are watching VCV News.